ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മൾ ഫയുജാബു ബിമാ ഉലിമ തരീഖുഹു അല്ലെങ്കിൽ ബി തരീഖിൻ ഉലിമ എന്ന് പറയാനാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ മറുപടി ഹഖീഖിയായ തഹരീബുകൾ പറയുന്നിടത്ത് ജവാബൊക്കെ വന്നാല് ഇത്തിബാരിയായ തഹരീബാണെങ്കിൽ നമുക്ക് ജവാബ് കൊടുത്തു പോകാം. ഹഖീഖിയായ ഒരു തഹരീബില് ഇഷ്കാലികൾ കയറി വരുമ്പം ജവാബ് ഇച്ചിരി പ്രയാസമാണ്. വസ്തുസുഇബ എന്ന മത്തലിന്റെ ഇബാറത്തിനെ പറ്റി ഇനി പറയണം. വസ്തുസുഇബ ജവാബ് പ്രയാസമാക്കപ്പെടും അൻ ബഅദിൽ ഇറാദാത്തി, ഇറാദാത്തിൽ നിന്നുള്ള ബഅദിനെ തൊട്ട് അൽ മൻ എന്നതാണ് ആ ഇറാദാത്തിൽ നിന്നും ബഅദ് പറഞ്ഞത്. കാരണം മൻ എന്ന് പറഞ്ഞത് തന്നെ ദലീല് പറയുമ്പോൾ മുസ്തദിലിന്റെ ദലീലിന്റെ മുഅയ്യനായൊരു മുഖദ്ദിമയെ മന്ന് ചെയ്യലാണല്ലോ. അതിനല്ലേ മന്നെന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അൽ മൻഉ ഇന്നതാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മൻഉ ഇന്നതാണ്, നഖ്ദ് ഇന്നതാണ് എന്നെല്ലാം പറഞ്ഞായിരുന്നു. إذا قامت دليلا تمنع مقدمة معينة منه مع السند آغام أو مجردا أنه آغام. മനസ്സിലായില്ലേ? അപ്പൊ മൻഇ, നഖ്ദ്, മുആറദ ഇവ മൂന്നിനും മന്നെന്ന് പറയുകയും ചെയ്യാം. മുആറദയുടെയും അതേ പ്രകാരം തന്നെ മൻഇന്റെയും നഖ്ദിന്റെയും തഹരീബൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. മുഖദ്ദിമയുടെ തഹരീബും പറഞ്ഞിട്ടുണ്ട്. തലബുദ്ദലീലി അലാ മുഖദ്ദിമത്തിൻ മുഅയ്യനത്തിൻ, അതിനാണ് മൻഇ പറയുക. അതിന് മുനാഖള എന്നും പറയും, നഖ്ദൻ തഫ്സീലിയൻ എന്നും പറയും. മുഖദ്ദിമ എന്ന് പറഞ്ഞപ്പോ ഇനി എന്താണെന്ന് പറയേണ്ടി വന്നു. ദലീലിന്റെ സിഹത്താവുന്നതിന് തവഖുഫാകുന്നതെന്നും. നഖ്ദ് എന്നുള്ള ഇബ്താലു ദലീലി ബഅദ തമാമിഹി എന്നത് നഖ്ദ്. മനസ്സിലായില്ലേ? സനദ് എന്നാണ് മായ ദുഃഖറത്ത്, അതെല്ലാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതനുസരിച്ച് കൊണ്ട് വസ്തുസുഇബ ജവാബ് പ്രയാസമാക്കപ്പെടും അൻ ബഅദിൽ ഇറാദാത്തി, ഇറാദാത്തിൽ നിന്നുള്ള ബഅദിനെ തൊട്ട് അയിനി ആ ബഅദ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന മൻഅ എവിടെ ഫിൽ ഹുദൂദിൽ ഹഖീഖിയ്യത്തി. കാരണം എന്താ? ഹഖീഖിയായ ഹദ്ദുകളിൽ, ഹഖീഖിയായ ഹദ്ദാകുമ്പോൾ ഒരു ജിൻസും ഒരു ഫസ്ലും, ജിൻസ് കരീബും ഫസ്ല് കരീബും കൂട്ടുന്നതാണ് ഹഖീഖിയ്യത്ത്. അവിടെയൊന്നും എന്തില്ല, മുഖദ്ദിമ പോലും ഇല്ല. പിന്നെ അങ്ങനെ അതിന് ഇത്റാദ് ചെയ്യുമ്പം മന്ന് ചെയ്യുമ്പോൾ മന്ന് തന്നെ പറ്റുന്നില്ല. ഇനിയിപ്പോ ഇസ്തിലാഹിന് മന്ന് പറഞ്ഞാൽ ജവാബ് എന്ത് പറയാനാ? കാരണം അന്നൽ ജവാബ അനിൽ മൻഇ, ഒരു മൻഇനെ തൊട്ടുള്ള ജവാബ് ബിഇസ്ബാത്തിൽ മുഖദ്ദിമത്തിൽ മംനൂഅത്തി, മംനൂആയ മുഖദ്ദിമയുടെ ഇസ്ബാത്ത് ചെയ്യണം. ആദ്യം ഒരു മുഖദ്ദിമ ഇസ്ബാത്ത് ചെയ്യണ്ടേ. വദാലിക ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ ഒരു മുഖദ്ദിമയെ ഇസ്ബാത്ത് ചെയ്യുക എന്നുള്ളത് മുത്തവഖഫുൻ, അത് തവഖുഫാണ്. തവഖിഫുൻ അലൽ ഇത്തിലാഇ അലൽ ദാത്തിയാത്ത്, ദാത്തിയാത്തിന്റെ മേൽ ഇത്തിലാഅ് ചെയ്യേണ്ടി വരും. വദാലിക ദാത്തിയാത്തിന്റെ മേൽ ഇത്തിലാഅ് ചെയ്യുക എന്നുള്ളതോ ഫി ഗായത്തി സുഊബത്തി, ഏതൊരു സംഗതിയിലെ ദാത്തിയാത്തിന്റെ മേൽ ഇത്തിലാഅ് ചെയ്ത് പിന്നെ അങ്ങനെ ആക്കി അകപ്പാടെ നമ്മൾ തസൗറാത്തിൽ തരീബാത്തില് ളിംനിയായ നിലയിലുള്ള ദഅവകളെ ഉള്ളുതാനും. അപ്പം അവിടെ തന്നെ മൻഇ കൊണ്ടുള്ള ഒരു മൻഇ കൊണ്ടുള്ള ഒരു ത്വലബാണെങ്കിൽ, സായില് മൻഇ കൊണ്ടാണെങ്കിൽ പ്രശ്നമാകും. കാരണം മൻഇ മുഖദ്ദിമ ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പൊ ഏതായാലും കമാ ഞാൻ പറഞ്ഞതല്ല, ഈ സുഅബത്ത് എന്നുള്ളത് ഞാൻ പറഞ്ഞതല്ല. കമാ സറാബി ഇബ്നു സീന ഫി കിതാബിഹി,
ലഫ്ളിയായ ദൂനൽ ഇഅ്തിബാരിയത്തി ഇഅ്തിബാരിയായ തൈരി ഹദ്ദുകളാണെങ്കിൽ നമുക്ക് നോക്കാം. ഇഅ്തിബാരിയ ഹദ്ദ് ദൂന കല്ലഫ്ളിയത്തി ലഫ്ളിയായ തൈരി പോലെ അവിടെ ഫൈൻദക അയൽ ഹുദൂദുൽ ഇഅ്തിബാരിയത്ത് അയൽ ഹുദൂദൽ ഇഅ്തിബാരിയത്ത ഇഅ്തിബാരിയായ ഹദ്ദുകൾ ലിസ്തിൽസാമിഹ ആ ഇഅ്തിബാരിയായ ഹദ്ദുകൾ ലാസിമാക്കിയതിന് വേണ്ടി അൽ ഹുക്കുമ ഹുക്കുമിനെ ഫിൽ ഇസ്തിലാഹി ഇസ്തിലാഹിലുള്ള ഹുക്കുമിനെ അത് ലാസിമാക്കിയതിന് വേണ്ടി ഇസ്തിലാഹിന്റെ ഹുക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബിഅന്നഹാദ കഥ എന്ന് പറഞ്ഞിട്ടുണ്ട് ബിഅന്നഹാദ ഹദ്ദുൽ ലഹു എന്നൊക്കെ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അവിടെ തുംനുഅൻ അവിടെ വേണം അന്ന ചെയ്യപ്പെടും. വയുദ്ഫഉ ദഫഉൻ ചെയ്യപ്പെടാം ബിമുജറദ് നഖ്ലിൻ ഔ വദീ ഇസ്തിമാലിൻ ഔ ബയാനി ഇറാദ്. ഇങ്ങനെയാണ് മത്തിനുള്ളത്. കല്ലഫദിയത്ത് ഫഇന്നഹ ഇഅ്തിബാരിയായ ഹദ്ദുകൾ ഇസ്തിൽസാമിഹ അവകൾ ലാസിമാക്കിയതിന് വേണ്ടി അൽ ഹുക്കുമ ഹുക്കുമിനെ ലാസിമാക്കിയതിന് വേണ്ടി എന്താ ഹുക്കുമ് ബിഅന്നഹാദ ഹദ്ദുൽ ലഹാ ഫിൽ ഇസ്തിലാഹി എന്ന് മനസ്സിലായോ? ഇപ്പറഞ്ഞത് ഇപ്പൊ കലിമത്ത് നമ്മൾ തൈരീബ് കൊടുക്കും, അല്ലെ ഇസ്മിന് തൈരീബ് കൊടുക്കും, ലഫ്ദിന് തരീബ് കൊടുക്കാറുണ്ട്, കലിമത്തിന് തരീബ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു തരീബ് കൊടുത്തിട്ട് പറഞ്ഞോളൂ. തുംനഉ വീണ്ടും വിലങ്ങപ്പെടും. കമാ തുംനഉ ലഫ്ദിയത്തു ലഫ്ദിയത്തിന് വിലങ്ങപ്പെടുന്നത് പോലെ തന്നെ വിലങ്ങപ്പെടും. മനസ്സിലായില്ലേ? ലിസ്തിൽസാമി അൽ ഹുക്മ ബിഅന്ന ഹാദാ മഅനാഹു ഫിൽ ലുഗത്ത്. ഉസ്തുസ്ഇബ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് യസ്ഹുലു എന്ന് പറയലായിരുന്നു എന്ന് ഷാരിന്റെ ഒരു വക. വലാ യഖ്ഫ ഖഫിയല്ല അന്നഹു കാന ലൗല നല്ലത് അലാ തഖ്ദീരി റുജൂഉ ദമീരി ഉസ്തുസ്ഇബ ഉസ്തുസ്ഇബയുടെ ദമീർ മടങ്ങല് ജവാബിലേക്ക് മടങ്ങിയാണെങ്കിൽ അലാമാ നഖല അൻഹു വലാമാ നുഖില അൻഹു ഖുദ്സറു അയ്യഖുല പറയലാണ്. ഫഇന്നഹു യസ്ഹുലു ഫീഹ എന്ന് പറയലാണ്, ഉസ്തുസ്ഇബ പറയാതെ. എന്താ أن يقول فإنه يسهل فيها ആ ഹഖീഖിയായ ഹദ്ദുകൾ സഹലാവും മറുപടി പറയാൻ ബിമുജറദ് നഖ്ലിൻ നഖ്ല് കൊണ്ട് മാത്രം. ഇനി വലൗ റുജിയ ദമീർ മടക്കപ്പെട്ടാൽ വലൗ റുജിയ ദമീർ ഉസ്തുസ്ഇബ ഇലൽ മൻഇ വസ്തുസ്ഇബ മൻഇ പ്രയാസമാക്കപ്പെടും. കാരണം മൻഇ എന്ന് പറഞ്ഞാൽ മുഅയ്യനായ മുഖദ്ദിമെ മന്ന് ചെയ്യലല്ലേ, അതിനാ മന്നെന്ന് പറഞ്ഞു അല്ലേ. മന്ന് കാരണം ഇവിടെ മന്നില്ലല്ലോ, മന്നിന് വേണ്ടി ഇവിടെ ഇല്ലല്ലോ. അതുകൊണ്ട് മൻഇ എന്നതിലേക്കാണ് ദമീർ വെച്ചെങ്കിലും ഓക്കെ, അതിന് കുഴപ്പമൊന്നുമില്ല. എന്താ നമ്മൾ പണ്ട് പറഞ്ഞു തൈരീബിനെ പറ്റിയിട്ട് ഇമ്മാ ഹഖീഖിയ്യുൻ വഇമ്മാ ലഫ്ളിയ്യുൻ യുഖ്സദു ബിഹി തഫ്സീറു മദ്ലൂലിൽ ലഫ്ളി. അത് നമ്മൾ മത്തിനിൽ പറഞ്ഞിട്ടുണ്ട്. തലബുദ്ദലീലി അലാ മുഖദ്ദിമത്തിൻ മുഅയ്യനത്തിൻ തരീബാത്തിൽ മുഖദ്ദിമ ഇല്ലതാണ്. അത് വസ്തുസ്ഇബ മൻഇ പ്രയാസമാക്കപ്പെടും ഫിൽ ഹുദൂദിൽ ഹഖീഖിയ്യി എന്നതിലേക്കാണ് ദമീർ വെച്ചെങ്കിൽ ഓക്കെ. ജവാബിലേക്കാണെന്ന് വെക്കുമ്പം പിന്നെ ഇങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരും. ഏതായാലും ഷാരി മുസന്നിമിന്റെ മേലെ ചെറിയൊരു ഇത്റാന്ന് പറഞ്ഞാണ്. വലാ യഖ്ഫ അന്നഹു കാന ലൗല അലാ തഖ്ദീർ റുജൂ ദമീർ ഉസ്തുസ്ഇബ ഇലൽ ജവാബി അലാ മാ നുഖില അൻഹു. അങ്ങനെയാണ് നഖലുള്ളത്. യഖുലു ഫൈന യസ്ഹലു ഫീഹാ എന്ന് പറയും, ഉസ്തുസ്ഇബ പറയാതെ. വലൗ റുജിയ ദമീർ ഉസ്തുസ്ഇബ ഇലൽ മൻഇ തളഅ അൽ അംരി ബിലാ തകല്ലുഫ്. ഏതായാലും ഗായത്തുഹു പറഞ്ഞതിന്റെ പര്യവസാനം പറഞ്ഞാൽ അന്തിമ ഫലം ആയത്ത് അന്നഹു യരിദു അലൈഹി അന്നഹു ലാ സുഊബത ഫിൽ മൻഇൽ സുഊബത്തില്ല ഫഇന്നമാ ഹിയ ഫീ ജവാബിഹി. ജവാബിലാണ് സുഊബത്ത് വരിക. വബിൽ ജുംല ഏതായാലും ഇങ്ങനെയൊക്കെ നിങ്ങൾ പറഞ്ഞാലും ഹാദൽ കലാമു ലാ യഖുലു അന്നഹു ഖദ്ശത്ത് എന്തൊക്കെയോ ചില പ്രയാസകരങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട്. ഖദ്ശത്ത്
അവിടെ നമ്പറിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടാ, അത് വായിക്കണം നമ്മൾ. لأن هذا معناه في اللغة إذا أورد السائل على التعريف منعا أو نقضا أو معارضة അല്ലെങ്കിൽ ഔറദൽ കുല്ല മറത്തം വായിദത്തൻ എല്ലാം കൂടെ കൊണ്ടുവന്നു. കാരണം ഫൈനൽ മുഅരിഫ അപ്പൊ യുജീബു അൻഗാ ബിമാ യുജീബു ബിഹിൽ മുഅല്ലിലു അൻ ദഅവാഹു. അപ്പൊ അങ്ങനെ കൊണ്ടുവരുമ്പോൾ ജവാബ് കൊടുക്കേണ്ടി വരും. ബി തസ്ഹീഹി നഖ്ലി ഇൻ കാന മൻഖൂലൻ ഔ ബി ഇസ്ബാതി ബിദ്ദലീലി ഇൻ കാന ഗൈറ മൻഖൂലിൻ അല്ലെങ്കിൽ ബി തഗ്യീരി നഖ്സ് അസ്ലി. هذا من كل ما يستعمله المعلل عند ورود هذه الأشياء، لكن هذا إنما يكون في الحدود الاعتبارية أننا الاسمية، وهي التي يراد بها تحصيل حقيقة اعتبارية كتعاريف العلوم علمنا تعريف القرآن പറഞ്ഞല്ലോ നമ്മൾ. كذلك يكون في التعاريف اللفظية وهي التي يراد منها شرح اللفظ شرحا لغويا كأن يقال الغضنفر الأسد എന്ന് പറഞ്ഞു, والبر يعني القمح എന്ന് പറഞ്ഞു. أما الحدود الحقيقية حقيقيات وهي التي يراد منها معرفة ذاتيات الأشياء അഷ്യാക്കളുടെ ദാത്തിയാത്തിനെ അറിയൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്ന അല്ലത്തി ലഹ തഹഖുഖുൻ വജൂദുൻ ഖാരിജിയ്യുൻ ഖാരിജിയായ വജൂദുൻ തഹഖുഖ് എല്ലാം ഉണ്ട്. മിസലു അൽ ഇൻസാൻ അവിടെ ഇദാ ഉരീദ ഉദ്ദേശിക്കപ്പെട്ടു മഅരിഫത്തു ദാത്തിയാത്തി ഫഇന്നഹു യസ്അബുൽ ഇജാബത്തു അനിൽ മനൂഇ. എന്താ ഈ മൻഉകളുടെ മേലൊക്കെ ഇജാബത്ത് പ്രയാസമാകും. അല്ലത്തി യരിദു അലൈഹി സുഉബത്തിൽ ഇത്ലാഇ അലാ ദാത്തിയാത്തിഹാ. أما التعاريف الاعتبارية واللفظية فإنها لما تضمنت أحكاما ضمنية بأن هذا حد لها في الاصطلاح إن اصطلاحിൽ അതിന്റെ അത് ഇങ്ങനെ ആകുന്നു എന്നൊരു ദഅവ അവിടെ വന്നു, ഒരു തസ്ദീഖാത്ത് വന്നു. അങ്ങനെ വരുമ്പോൾ അത് അളിമ്നിയായ നിലയിൽ സഹുലൽ ഇജാബത്ത് ഫീഹാ അലൽ മനൂഇ അല്ലതി തർദു അലൈഹി. മൻഉകൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്? മന്നാണോ മുഅറദയാണോ അതനുസരിച്ച്. يدفع بمجرد النقل ദഫ ചെയ്യപ്പെടാം ആ തഅരീഫാത്തുകളുടെ മേൽ വരുന്ന മൻഇനെ ബി മുജറദ് നഖ്ലിൻ. അത് ഇന്നാണ് ഇന്ന പ്രയോഗക്കാർ ഇങ്ങനെ മിൻ അഹ്ലിൽ ഇസ്തിലാഹി എന്താ. അത് ഞാൻ ഒരാളിപ്പോൾ ഫിഖിന്റെ തരീഫ് പറഞ്ഞു, അതല്ലെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു നഹ്വിന്റെ തരീഫ് പറഞ്ഞു. മനസ്സിലായില്ലേ? അത് അവരിങ്ങനെ പറയെങ്കിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ മതി. ലഫ്ളിയായ തരീഫിന്റെ മേൽ വരുന്ന മൻഉകൾ ദഫ ചെയ്യപ്പെടുന്നത് പോലെ തന്നെ മിൻ നഖ്ലി മിൻ അഹ്ലിൽ ലുഗത്തി അല്ലെങ്കിൽ വജ്ഹിൽ ഇസ്തിഅമാലിൻ ഔ വജ്ഹി ഇസ്തിഅമാലിൻ അല്ലെങ്കിൽ ഇസ്തിഅമാലിന്റെ വജ്ഹ് വരാണ്. ഞാൻ ഇങ്ങനെ പെരുമാറിയത് ഇങ്ങനാണ്. മിനൽ അലാഖത്തി ബൈനൽ മുറാദി ബൈനൽ മഅനൽ മുസ്തലഹി അല്ലെങ്കിൽ ബയാൻ ഇറാദത്തിന് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണെന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയാം. എന്താ ഐ ബിയഖാല ലാ നുരീദു മാ യുഫ്ഹമു മിൻ ളാഹിരിൽ ലഫ്ളി ബൽ നുരീദു മഅനൻ ആഖറ എന്ന് വേണമെങ്കിൽ പറഞ്ഞുവിടാം. അതാ ബയാൻ ഇറാദത്തിന് എന്നുള്ളത്. ലഫ്ളിയും ഹഖീഖിയുമായ തഅരീഫുകളുടെ മേൽ വരുന്ന മൻഉകൾ യസ്ഹലുൽ ഇജാബത്തു അലൈഹ എന്ന് പറഞ്ഞു. വഹുനാ അറാദ ഇവിടെ ഉദ്ദേശിച്ചത് യുബയ്യിന കൈഫ യജിബു എങ്ങനെ യുജീബു കൈഫ യുജീബുൽ മുഅദ്ദിഫു അലൽ മനൂഇൽ വാരിദത്തി അലൈഹ ഫഖാല എന്നിട്ട് പറഞ്ഞു ഇന്നഹാ തുദ്ഫഉ ബി ഇസ്ബാത്തി നഖ്ലിഹാ മിൻ അഹ്ലിസ് സലാഹി അല്ല മിൻ അഹ്ലിൽ ഇസ്തിലാഹി എന്നായിരിക്കണം. ഔ ബയാനിൽ അലാഖത്തി ബൈനൽ മുറാദി ബൈനൽ ഇസ്തിലാഹി ഔ ബയാനിൽ മഅന അല്ലദി യുരീദുഹു വഹുവ ഗൈറുൽ മഅനൽ വാരിദി അലൈഹി അൽ മൻഉ എന്ന്. വഅലം അന്ന ഇത്ലാഖൽ മുനൂഇ മംനൂഅല്ല മൻഉകളെ പറഞ്ഞത് ഹുനാക ഇവിടെ പറഞ്ഞത് ബി തരീഖിൽ ഇസ്തിആറ. കാരണം ഇതിനെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തിയിട്ടൊക്കെ പറഞ്ഞതാണെന്ന്. വഅലം അന്ന ഇത്ലാഖൽ മുനൂഇ യഅനി മൻഉ നഖ്ളു മുആറള
ഇതൊക്കെ ഒരു വർത്തമാനാണ്. വജാഫി കലാമി മിത്ലാഖു ലഫ്ദുൽ മന്നി മൻ എന്ന ലഫ്ദ് എല്ലായിടത്തും പറയാൻ പറ്റും. അലാ കുല്ലി വാഹിദിൻ മിന്നാ ഹുനാക അവിടത്തില് യഅനി അലൽ അസ്ഇലത്തിൽ വാരിദത്തി അലൽ ഹുദൂദി. എങ്ങനെ പറഞ്ഞു? ബി തരീഖിൽ ഇസ്തിആറ മുസറഹ ഉണ്ട്. അത് അൽ മുസറഹത്തി എങ്ങനെ? ബിഇതിബാരി തശ്ബീഹ ഇവങ്ങളെ തശ്ബീഹാക്കി. ബിൽ മുസ്തലഹാത്തി മുസ്തലഹാത്തിനോട് തശ്ബീഹാക്കി. ഈ ഹഖീഖിയ ദരീബുകളൊക്കെ നീ യഹ്തമിലു ഹഖീഖിയ മാനയും പറയാം. എന്ത് ഹഖീഖിയ മാന ഏതാ? ബിനാനല അനൽ അൽഫാദുൽ മദ്കൂറത്തായി നഖ്ദ് മൻഇ മുആറദ എന്നുള്ളത് കമാ അന്നഹ മൗദൂഅത്തുൽ ലിൽ മആനിൽ മശ്ഹൂറത്തി മശ്ഹൂറായ മാനകൾക്ക് വെക്കപ്പെട്ടതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ മാനകൾ യഹ്തമിലും തക്കുന മൗദൂഅത്തുൽ ലിതിൽക്കൽ മആനി അയ്ളൻ അങ്ങനെയും പറയാം. കദാ നുഖില അൻഹു ഖുദ്ദിസ സിർറുഹു അങ്ങനെ പറഞ്ഞോളി, ഇങ്ങനെ പറഞ്ഞോളി. അൽ ബഅദ് സാലിസാകുന്നത്